യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസം ഒരുപാട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. ഈ ഒരാഴ്ചക്കാലം നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ ഞായറാഴ്ച ദിവസവും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും ചേർത്ത് വച്ച് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, വരുമാന മാർഗങ്ങൾ, തലമുറ എന്നിവ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം സകല നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനത്തിനായി നമ്മുടെ ശ്രദ്ധയെ, ചിന്തകളെ, മനസ്സിനെ, ശരീരത്തെ എല്ലാം ഒരുക്കാം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ്. നമ്മളുടെ അവസ്ഥകളെ നോക്കിയിട്ട് ചിലരെങ്കിലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പറയും, ഇനി ശരിയാകുമെന്ന് തോന്നുന്നില്ല, ഇനി ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. പ്രിയരെ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ മനസ്സ് വിഷമിച്ചവരോ ഭാരപ്പെട്ടവരോ ഉണ്ടോ? ഇനി നിന്റെ വേദന തീരത്തില്ല, ഈ കടം മാറത്തില്ല, എത്ര വിറ്റാലും ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഈ വീട് പണി പൂർത്തിയാകുന്നില്ല, ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരാണോ? മനുഷ്യൻ നമ്മുടെ അവസ്ഥയെ നോക്കിയിട്ട് ചിലപ്പോൾ പറയും ഇനി ശരിയാവില്ലെന്ന്. എന്നാൽ എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനം ഇതാ നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. അസാധ്യങ്ങൾ അവിടെ സാധ്യമാകും. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുക, അവിടെയാണ് വിടുതലുകൾ നടക്കുക. ഇന്ന് പ്രാർത്ഥനയോടെ ഈ വചനം കേട്ടെ. സങ്കീർത്തന പുസ്തകം 65-ാം അധ്യായം 4-ാമത്തെ വാക്യം. സങ്കീർത്തനം 65-ാം അധ്യായം 4-ാമത്തെ വാക്യം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. എങ്ങനെയേലും വരുന്നവരോ എങ്ങനെയേലും കേൾക്കുന്നവരോ അല്ല. ദൈവവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾ ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ആ അങ്കണത്തിൽ വസിക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നവരാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ അങ്കണത്തിൽ വസിക്കാൻ, ദൈവവചനത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവർ. ദൈവം തിരഞ്ഞെടുത്ത കുടുംബമാണ് നിൻ്റേത്. ദൈവം തിരഞ്ഞെടുത്ത ജീവിതമാണ് നിൻ്റേത്. ദൈവം തിരഞ്ഞെടുത്ത ആളാണ് ഈ കുഞ്ഞ്. ദൈവം തിരഞ്ഞെടുത്ത ആളാണ് ഈ മകൻ, ഈ മകൾ, ഈ യുവാവ്, ഈ യുവതി. ദൈവം തിരഞ്ഞെടുത്ത ആളാണ്. അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നത്, ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ രോഗിയെ പരിചരിച്ചു കൊണ്ടിരിക്കുമായിരിക്കാം, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം, ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കാം, ചില നിയോഗം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കാം, ചില കാര്യങ്ങളെ ഓർത്ത് ഉത്കണ്ഠാകുലയായിരിക്കാം. ശ്രദ്ധിച്ച്, ദൈവം തെരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവരെ ദൈവം ഒരു ഹായ് പറഞ്ഞു വിടുന്നവനല്ല. നമ്മൾ പറയില്ല, ഒരു ഹായ് പറഞ്ഞു, എന്നാൽ ശരി, അങ്ങനെ യാത്രയാക്കുന്ന ദൈവമല്ല. ദൈവം തെരഞ്ഞെടുത്തു കൊണ്ടുവന്നിട്ട് എന്തു ചെയ്യും? അടുത്ത വാക്യമാണ്, ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ദൈവം നൽകിയ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ വിശപ്പ് മാറ്റുന്നല്ല, ദാഹം മാറ്റുന്നല്ല, സംതൃപ്തരാകും. നിങ്ങൾ ആത്മീയ മേഖലയാകാം, ഭൗതിക മേഖലയാകാം, നിങ്ങളുമായി ഇടപെട്ട് നിൽക്കുന്ന ഒരു കാര്യമാകാം. ആ വിഷയത്തിനകത്ത് നിങ്ങൾ വിജയിച്ച് സംതൃപ്തരാകും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷം കൊണ്ട് സംതൃപ്തരാകും, സമാധാനം കൊണ്ട് നിറഞ്ഞൊരു വീടായി മാറും. എപ്പോൾ? ഏത് കാര്യങ്ങൾ കൊണ്ടാ? വിശുദ്ധ മന്ദിരത്തിലെ
നന്മ കൊണ്ട്, ദൈവവചനത്തിലൂടെ നൽകുന്ന നന്മ കൊണ്ട്, ദൈവവചനത്തിലൂടെ നൽകുന്ന വിടുതൽ കൊണ്ട്, ദൈവവചനത്തിലൂടെ നൽകുന്ന സൗഖ്യത്തെ കൊണ്ട്, ദൈവവചനത്തിലൂടെ നൽകുന്ന ആ ഒരു അഭിഷേകത്തെ കൊണ്ട്, ആ കൃപയെ കൊണ്ട് നിങ്ങളുടെ ജീവിതം സംതൃപ്തമാകും. നിങ്ങൾ ആനന്ദിക്കാൻ ഇടവരും, നിങ്ങൾ സംതൃപ്തരാകും. ഈ ഞായറാഴ്ച കേട്ട വചനം എത്രയോ ആഴമുള്ളതാണ്. ദൈവം തെരഞ്ഞെടുത്തവരുടെ ജീവിതങ്ങളാണ് സർവശക്തനായ ദൈവത്താൽ, ദൈവവചനത്താൽ സംതൃപ്തമാകുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ള വിഷമം എന്നാണെന്നറിയാമോ? ഒരു സംതൃപ്തിയില്ല. ഒന്നിലും ഒരു സംതൃപ്തി അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു സമാധാനം ഇല്ല, സംതൃപ്തിയില്ല. പ്രിയപ്പെട്ടവരെ, സംതൃപ്തി ഇല്ലാത്തവരാണോ? ദൈവം തൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കും. ദൈവവചനത്തിലൂടെ നിങ്ങളുടെ കുടുംബം സംതൃപ്തമാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദി വ്യാധികളുണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം, ആകുലതകളുണ്ടാകും, അതൊക്കെ മാറും. സംതൃപ്തരാകും. കുടുംബജീവിതം സംതൃപ്തമാകും. സാമ്പത്തികമായി സംതൃപ്തമാകും. വിദ്യാഭ്യാസത്തിൻ്റെ മേഖല സംതൃപ്തമാകും. ചിലർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര ടെൻഷനുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ഒത്തുപോകാൻ പറ്റുന്നില്ല. സാഹചര്യങ്ങൾ മാറും. നിങ്ങൾ സംതൃപ്തരാകും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാണ്. ആരാണ്? ദൈവത്തിൻ്റെ അങ്കണത്തിൽ വസിക്കാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഭാഗ്യവാന്മാർ. അത് ആരാണ്? അത് ഞാനും നിങ്ങളുമാണ്. ഒന്നും യാദൃശ്ചികമല്ല, ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല. നമ്മൾ ഈ വചനം കേൾക്കുന്നതിൻ്റെ പിറകിൽ ദൈവ പദ്ധതിയുണ്ട്. എന്തിനാണ് ദൈവം അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? തൻ്റെ നന്മകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട്, സൗഖ്യത്തെ കൊണ്ട്, വിടുതലിനെ കൊണ്ട്. കുഞ്ഞെ, നിൻ്റെ ജീവിതത്തെ സംതൃപ്തമാക്കാൻ, നിൻ്റെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കാൻ, കുറെ കൂടി അനുഗ്രഹമുള്ളതാക്കി മാറ്റാൻ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് മനോഹരമാകട്ടെ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷമുള്ളൊരു കാര്യം ഈ ആഴ്ചയുണ്ടോ? ജന്മദിനമോ, വിവാഹ വാർഷികത്തിൻ്റെ ദിവസമോ, അതോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോയതിൻ്റെ ഒരു ഓർമ്മ ഒരു ദിവസമാണോ? ഈ ഞായറാഴ്ച തൊട്ട് അടുത്ത ഞായറാഴ്ച വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യണം, മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ, അത് നടക്കട്ടെ. ഈ ആഴ്ച ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. നല്ലൊരാഴ്ചയായിരിക്കട്ടെ. ഈ ആഴ്ച വചനം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, കൂട്ടായ്മയുണ്ടാകട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, രോഗസൗഖ്യങ്ങളുണ്ടാകട്ടെ, നല്ല തീരുമാനങ്ങളുണ്ടാകട്ടെ, പുതിയ തുടക്കങ്ങളുണ്ടാകട്ടെ, ചെയ്തു ചില കാര്യങ്ങൾ വിജയിപ്പിക്കാനുള്ള അനുഗ്രഹം നിനക്ക് ലഭിക്കട്ടെ. നിൻ്റെ പഠനം അനുഗ്രഹമാകട്ടെ, ജോലി അനുഗ്രഹമാകട്ടെ, സാലറി അനുഗ്രഹമാകട്ടെ, ആരോഗ്യം അനുഗ്രഹമാകട്ടെ. ഈ ആഴ്ച നല്ല യാത്രകൾ ചെയ്യാനും, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ, നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ. സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. നിങ്ങളെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഈ വചനം കൊടുക്കുക, ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുക. നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈ ഒരാഴ്ച നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നാളെ 5:30 മറക്കാതെ നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ഒരനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാകട്ടെ. ആമേൻ.